പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശക്തി പരീക്ഷണം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായ സൈനിക നയതന്ത്ര പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ ലോകത്തെ ഏത് രാജ്യത്തെ മുട്ടുകുത്തിക്കാമെന്ന് വിശ്വസിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്തിന് മുന്നിൽ പ്രകൃതിയുടെ കരുത്തും പോരാട്ട വീര്യം കൊണ്ട് ഇറാൻ തീർത്ത പ്രതിരോധം ഒരു വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. കടലിലെ അജയരായ രാജാക്കന്മാരെന്നും ആകാശത്തെ വിറപ്പിക്കുന്ന ഭീകരന്മാരെന്നും സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്കൻ സൈനിക ശക്തി ഇന്ന് ഇറാന്റെ അതിർത്തികളിൽ പകച്ചു നിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ബഡ്ജറ്റിൽ നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണും അത്യാധുനിക സ്റ്റെൽത്ത് ബോംബറുകളും പശ്ചിമേഷ്യൻ കടലിൽ വെറും നോക്കുകുത്തികളായി മാറുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. എന്തുകൊണ്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഈ സൈനിക സന്നാഹം ഇറാന് മുന്നിൽ പതറുന്നത്? എന്തുകൊണ്ടാണ് അമേരിക്കയുടെ അതിമാരക മിസൈലുകൾക്ക് ഇറാന്റെ ആണവ രഹസ്യങ്ങളെ തൊടാൻ പോലും കഴിയാത്തത്? അതിനുള്ള ഉത്തരം കിടക്കുന്നത് ഇറാന്റെ പർവ്വതങ്ങൾക്കുള്ളിലെ കോട്ടകളിലാണ്. ആകാശത്തു നിന്നുള്ള ഭീഷണികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഗ്രാനൈറ്റ് പാറകൾക്കിടയിൽ ഇറാൻ തീർത്ത പ്രതിരോധം അമേരിക്കയുടെ ഓരോ പടക്കപ്പലിനെയും ഉപയോഗശൂന്യമാക്കുകയാണ്. അഹങ്കാരത്തിന്റെ ആയുധബലവും ഒരു രാഷ്ട്രീയത്തിന്റെ അജയമായ പോരാട്ടവീര്യം തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ സാമ്രാജ്യത്തിന്റെ തിരക്കഥകൾ പാളിപ്പോകുന്ന കാഴ്ചയാണിത്. ഇറാഖിലും സിറിയയിലും ലിബിയയിലും അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾ കണ്ട് കൃത്യമായി പഠിച്ച ഇറാൻ തങ്ങളുടെ ഏറ്റവും മൂല്യമുള്ള സൈനിക ആണവ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ തിരഞ്ഞെടുത്തത് പർവ്വതങ്ങളെയാണ്. ഫോർഡോയിലെയും നെഡൻസിലെയും ആണവ പ്ലാന്റുകൾ ഇന്ന് വെറും കെട്ടിടങ്ങളല്ല, മറിച്ച് 300 മുതൽ 500 വരെ അടി ആഴത്തിൽ കട്ടിയുള്ള ഗ്രാനൈറ്റ് പാറകൾക്കും പ്രത്യേക കോൺക്രീറ്റ് പാളികൾക്കും താഴെ ഉറങ്ങുന്ന അഗ്നിപർവ്വതങ്ങളാണ്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കരുത്തുറ്റ ഈ പർവ്വത കോട്ടകളെ തകർക്കാൻ അമേരിക്കയുടെ പക്കൽ ഇന്ന് ആയുധങ്ങളില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിക്കാക്സ് പർവ്വതത്തിന് താഴെ നൂറുകണക്കിന് മീറ്റർ ആഴത്തിൽ ഇറാൻ തീർത്ത തുരങ്ക സമുച്ചയങ്ങൾ കേവലം ഒരു ആണവ പ്ലാന്റ് അല്ല, മറിച്ച് സാമ്രാജ്യത്തിന്റെ മിസൈൽ മഴയെ പ്രതിരോധിച്ച് തള്ളുന്ന പ്രതിരോധത്തിന്റെ അത്ഭുതമാണ്. ഉപരിതലത്തിൽ നിന്ന് എത്ര ബോംബറുകൾ വർഷിച്ചാലും ഈ ഗ്രാനൈറ്റ് കവചം ഭേദിക്കാൻ ആധുനിക യുദ്ധതന്ത്രങ്ങൾക്ക് കഴിയില്ല എന്ന് അമേരിക്ക തിരിച്ചറിയുന്നു. വിനാശകാരിയായ ഓരോ സ്ഫോടനത്തെയും ആഗീകരണം ചെയ്യാൻ പാകത്തിൽ നിർമ്മിച്ച ഈ ഭൂഗർഭ നഗരങ്ങൾ അമേരിക്കയുടെ പടക്കപ്പലുകളെ വെറും കാഴ്ചക്കാരാക്കി മാറ്റുകയാണ്. സ്വന്തം മണ്ണിൽ ഇറാൻ തീർത്ത ഈ പർവ്വത കോട്ടകൾക്ക് മുന്നിൽ തോൽവി സമ്മതിക്കുന്നത് അമേരിക്കയുടെ ആയുധബലം കൂടിയാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ അഭിമാനമായ 30,000 പൗണ്ട് ഭാരമുള്ള GBU-57 മാസീവ് ഓർഡിനൻസ് പെനട്രോൺ അഥവാ ബങ്കർ ബാസ്റ്റർ ബോംബറുകൾ പോലും ഇറാന്റെ ഈ ഉരുക്കുകോട്ടകൾ ഭേദിക്കാനാവില്ല എന്നതാണ് വാസ്തവം. ഭൗതിക ശാസ്ത്രത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ഈ ബോംബിന് 60 അടി കോൺക്രീറ്റോ അല്ലെങ്കിൽ 200 അടി മണ്ണോ തുളച്ചു കയറാൻ മാത്രമേ ശേഷിയുള്ളൂ. എന്നാൽ ഇറാന്റെ ഫോർഡോ, നെഡൻസ് പ്ലാന്റുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇതിന്റെ ഇരട്ടിയിലധികം ആഴത്തിൽ, അതായത് 300 മുതൽ 500 അടി വരെ താഴെയുള്ള ഗ്രാനൈറ്റ് പാറകൾക്കുള്ളിലാണ്. ഒരേ ലക്ഷ്യസ്ഥാനത്തേക്ക് തുടർച്ചയായി ബോംബറുകൾ വർഷിച്ചാലും ഇറാന്റെ പർവ്വതങ്ങളുടെ ഘടന ഈ ആഘാതങ്ങളെ പ്രതിരോധിക്കുന്ന വിധമാണ് നിർമ്മിച്ചിരിക്കുന്നത്. USS എബ്രഹാം ലിങ്കണിൽ നിന്ന് പറന്നുയരുന്ന B-2 സ്റ്റെൽത്ത് ബോംബറുകൾ വിക്ഷേപിക്കുന്ന ഓരോ മിസൈലും ഇറാന്റെ പർവ്വതങ്ങളിൽ തട്ടി വെറും പടക്കങ്ങൾ പോലെ ചിതറുമെന്ന് ചുരുക്കം. കേവലം തുരങ്ക കവാടങ്ങൾ തകർക്കാൻ മാത്രമേ ഈ വ്യോമാക്രമണങ്ങൾ കൊണ്ട് സാധിക്കൂ. പർവ്വതത്തിന്റെ ഹൃദയഭാഗത്ത് സൂക്ഷിച്ചിരിക്കുന്ന യുറേനിയം ശേഖരത്തെയോ സെൻട്രിഫ്യൂജുകളെയോ തൊടാൻ പോലും അമേരിക്കയ്ക്ക് കഴിയില്ല. ചുരുക്കത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യയേക്കാൾ ഒരു പടി മുന്നിൽ ചിന്തിച്ച് ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങൾക്ക് മുന്നിൽ അമേരിക്കൻ പടക്കോപ്പുകൾ പരാജയപ്പെടുകയാണ്. ആകാശത്ത് നിന്ന് ബോംബിട്ട് ഇറാനെ കീഴടക്കാമെന്ന അമേരിക്കയുടെ വ്യാമോഹം ഇതോടെ അവസാനിക്കുന്നു. കേവലം വ്യോമാക്രമണങ്ങൾ കൊണ്ട് ഇറാന്റെ ആണവ കരുത്തിനെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട അമേരിക്കയ്ക്ക് ഒടുവിൽ മണ്ണിലിറങ്ങി പോരാടുക എന്നതല്ലാതെ മറ്റു വഴികളില്ല. എന്നാൽ പേർഷ്യൻ ഗൾഫിന്റെ ഓരോ മണൽത്തരിയും അമേരിക്കൻ സൈന്യത്തിന് ശവപ്പറമ്പായി മാറുമെന്നും അവർക്കറിയാം. നേവി സീലുകളെയും ഡെൽറ്റ ഫോഴ്സിനെയും പോലുള്ള വരേണ്യവർഗ സൈന്യത്തെ ഇറക്കി ഇറാന്റെ പർവ്വതങ്ങൾക്കുള്ളിൽ കയറി യുറേനിയം പിടിച്ചെടുക്കുക എന്നത് ഒരു ആത്മഹത്യാപരമായ നീക്കമായിരിക്കും. ഇറാന്റെ ഭൂപ്രകൃതി തന്നെ ഒരു ആയുധമാണ്. പർവ്വതനിരകളും റേഡിയേഷൻ ബാധിച്ചേക്കാവുന്ന തുരങ്കങ്ങളും കടന്ന് ഉള്ളിലെത്തുക എന്നത് ലോകത്തെ ഏത് വമ്പൻ സൈന്യത്തിനും അസാധ്യമാണ്. അവിടെ അവരെ കാത്തിരിക്കുന്നത് ഇറാന്റെ ചാവേർ പോരാളികളും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ ഉരുക്ക് പ്രതിരോധവുമാണ്. പർവ്വതത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും പതിയിരിക്കുന്ന സ്നൈപ്പർമാരെയും കെണിപ്പടക്കങ്ങളെയും മറികടന്ന് മുന്നേറാൻ അമേരിക്കൻ സൈന്യം ഓരോ ഇഞ്ചിനും വലിയ ചോരവില നൽകേണ്ടി വരും. 2003 ഇറാഖിൽ കണ്ട കാഴ്ചയല്ല ഇത്. സ്വന്തം മണ്ണ് സംരക്ഷിക്കാൻ മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ജനതയ്ക്ക് മുന്നിൽ അമേരിക്കൻ ബൂട്ട്സുകൾക്ക് കാലിടണമെന്ന് ഉറപ്പാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങൾ പോലും പരാജയപ്പെടുന്ന ഈ യുദ്ധമുറയിൽ ലോക പോലീസിന് ഗർവ് തകർക്കപ്പെടാൻ പോകുന്നത് ഇറാന്റെ ഈ പർവ്വത ചെരുവുകളിലായിരിക്കും. അമേരിക്കയുടെ വ്യോമാക്രമണം ഇറാന്റെ ഭരണകൂടത്തെ തകർക്കുമെന്ന് കരുതുന്നവർക്ക് തെറ്റി. അത്തരമൊരു നീക്കം നടന്നാൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് നിശബ്ദരായിരിക്കില്ല. തങ്ങളുടെ ആണവ ആയുധങ്ങളും അതിസമ്പുഷ്ടമായ യുറേനിയം ശേഖരവും അതീവ രഹസ്യമായി പുതിയ കേന്ദ്രങ്ങളിലേക്ക് അവർ മാറ്റിക്കഴിഞ്ഞു. അമേരിക്കയുടെ ഓരോ ബോംബാക്രമണങ്ങളും ഇറാന്റെ നിയന്ത്രണ ശൃംഖലയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അത് മറ്റൊരു ഭയാനകമായ പ്രശ്നത്തിലേക്കാണ് വാതിൽ തുറക്കുന്നത്. ഒരു കേന്ദ്രീകൃത ഭരണകൂടത്തിന്റെ നിയന്ത്രണമില്ലാത്ത ഇറാന്റെ പക്കലുള്ള ലൂസ് ന്യൂക്ക് അഥവാ
അലഞ്ഞുതിരിയുന്ന ആണവ ആയുധങ്ങൾ അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളെയും വേട്ടയാടുന്ന പേടിസ്വപ്നമായി മാറും. IRGCയിലെ തീവ്ര വിഭാഗങ്ങളോ അല്ലെങ്കിൽ പിളർന്നുമാറുന്ന സംഘടനകളോ ഈ ആണവ വസ്തുതകൾ കൈക്കലാക്കി രാജ്യത്തിന് പുറത്തേക്ക് കടത്തിയാൽ ലോകം ഇതുവരെ കാണാത്ത വലിയൊരു സുരക്ഷാ ഭീഷണിയാകും അത് സൃഷ്ടിക്കുക. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് തടുക്കാൻ കഴിയാത്ത വിധം സ്യൂട്ട് കേസ് ബോംബുകളെയോ മറ്റിവ അമേരിക്കൻ താവളങ്ങളിലേക്ക് എത്തിയേക്കാം. ഒരു F-35 സ്റ്റെൽത്ത് ഫൈറ്ററിനോ ടോമോഹോക്ക് മിസൈലിനോ 400 കിലോയോളം വരുന്ന ആയുധ ഗ്രേഡ് യുറേനിയം പിടിച്ചെടുക്കാൻ കഴിയില്ല. അമേരിക്ക ആഗ്രഹിക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതി ഇല്ലാതാക്കാനാണെങ്കിൽ അവർ വിളിച്ചു വരുത്തുന്നത് സ്വന്തം നാശത്തിന് കാരണമായേക്കാവുന്ന നിയന്ത്രണാതീതമായ ഒരു ആണവ ദുരന്തത്തെയാണ്. സാമ്രാജ്യത്വ ശക്തികൾ പടുത്തുയർത്തിയ ഓരോ താവളവും ഇറാന്റെ ഈ അപ്രതീക്ഷിത നീക്കങ്ങൾക്ക് മുന്നിൽ തകർന്ന് തരിപ്പണമാകുമെന്നും അവർക്കറിയാം. ഇറാനെ ആക്രമിക്കാൻ മുതിരുന്നത് 2003 ഇറാഖ് യുദ്ധം പോലെയല്ല. അത് ആത്മഹത്യാപരമായ ഒരു സാഹസമാണ്. ഇറാഖിനേക്കാൾ 100 ഇരട്ടി പ്രഹരശേഷിയും ലോകത്തെ ഏത് വൻ ശക്തിയും പ്രതിരോധിക്കാനുള്ള ആയുധബലവും ഇന്ന് ഇറാനിലുണ്ട്. വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും അമേരിക്കൻ സൈന്യത്തിന് നേരിട്ടതിനേക്കാൾ വലിയൊരു തിരിച്ചടിയാണ് പേർഷ്യൻ മണ്ണിൽ അവരെ കാത്തിരിക്കുന്നത്. പർവ്വത പ്രദേശങ്ങളിലെ പോരാട്ടത്തിൽ അമേരിക്കൻ സൈന്യം ഓരോ ഇഞ്ചിനും നൽകേണ്ടി വരുന്നത് തങ്ങളുടെ മികച്ച സൈനികരുടെ ജീവനായിരിക്കും. അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രതയും സൈനിക ഗർവും ഇറാന്റെ മണ്ണിൽ എന്നേക്കുമായി ഇല്ലാതാകുമെന്ന് അമേരിക്കയ്ക്ക് കൃത്യമായി ബോധ്യമുണ്ട്. ഇറാന്റെ ഓരോ മിസൈൽ പരീക്ഷണവും അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നതും അതുകൊണ്ടാണ്. ഒരു വശത്ത് ഇന്ധനവില കുതിച്ചുയരുന്നത് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥ തകരുകയും മറുവശത്ത് തങ്ങളുടെ പടക്കപ്പലുകൾ കടലിൽ മുങ്ങുകയും ചെയ്യുന്നത് സങ്കല്പിക്കാൻ പോലും അമേരിക്കയ്ക്ക് കഴിയില്ല. ഇറാന്റെ അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയും ഹൈപ്പർസോണിക് മിസൈലുകളും അമേരിക്കയുടെ ഏത് പ്രതിരോധ കവചത്തെയും നിഷ്പ്രഭമാക്കാൻ കെൽപ്പുള്ളതാണ്. ചുരുക്കത്തിൽ ഇറാനിലേക്ക് എറിയുന്ന ഓരോ തീപ്പൊരിയും തിരികെ വരുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ചിതയിലേക്കുള്ള കനലായിട്ടായിരിക്കും.